മനുവിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി വൈജ. അങ്ങനെ മനുവാണെങ്കിൽ വൈജയോട് പറയുകയാണ്, അതായത് ആൻറ്റി, മക്കൾ ആൻറ്റിയെ ഇത്രയും വെറുക്കണമെങ്കിൽ, മക്കൾ ആൻറ്റിയോട് ഇത്രയും ദേഷ്യം കാണിക്കണമെങ്കിൽ ആൻറ്റി വലിയൊരു തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും സാത്വിക്കും. അതായത് ആൻറ്റിയുടെ പാസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം വൈജയന്തി വിട്ടുകൊടുക്കുക. വൈജയന്തി പറയുന്നുണ്ട്, അതായത് എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തെറ്റിൻ്റെ മാർഗത്തിലോ തെറ്റിൻ്റെ കൂടെയോ സഞ്ചരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് പാസ്റ്റ് ഉണ്ടാവാനാണ്? മനു, നീ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് എൻ്റെ മക്കളുടെ മനസ്സിലും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലും വിഷം കുത്തിവെക്കാനായിട്ട് നോക്കേണ്ട എന്ന് പറയുമ്പോൾ, ആൻറ്റി, വിഷം കുത്തിവെക്കേണ്ട ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം അവരെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആൻറ്റിയുടെ കാപട്യവും ആൻറ്റിയുടെ മുഖവും. ഇനി അവരറിയാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. ആൻറ്റി ചെയ്ത പല തെറ്റുകളും പല ചതികളും പല ചീത്ത പ്രവൃത്തികൾ വരെ അവർക്ക് അറിയാമെന്ന് നമ്മുടെ മനു പറഞ്ഞു വയ്ക്കുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോവുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും സാത്വികം. നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് ആൻറ്റി മറച്ചു വയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് മാസങ്ങളായി എന്ന് പറയുകയാണ്. ഇതേ സമയവും വൈജയന്തിക്കാണെങ്കിൽ അങ്ങോട്ട് ഒന്നും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. കാരണം ഇവർ തന്നെ പറ്റിച്ച് തൻ്റെ മനസ്സിലുള്ളത് ചോർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് വൈജയന്തിയുടെ ചിന്ത. പക്ഷേ സത്യം പറഞ്ഞിട്ടും വൈജയന്തിക്ക് അതത്ര വിശ്വാസമാകുന്നില്ല എന്ന് കാണാം. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കൊന്നുമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആൻറ്റി വിശ്വസിക്കേണ്ട, അധികം വൈകാതെ തന്നെ ചെയ്തതിനെല്ലാത്തിനുമുള്ള പ്രതിഫലം ആൻറ്റിക്ക് ലഭിച്ചിരിക്കുമെന്ന് മനു പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം വൈജയന്തി മനുവിൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടുകയാണെന്ന് കാണാം.